ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഹൗ ദ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ വേരിയസ് ടൈപ്സ് ഓഫ് ഇക്കോണമീസ്. എങ്ങനെയാണ് വിവിധ സമ്പദ് വ്യവസ്ഥകൾ സെൻട്രൽ പ്രോബ്ലംസ് പരിഹരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം 3 സമ്പദ് വ്യവസ്ഥകളാണുള്ളത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി. ദർ ആർ 3 types of economies, namely capitalism, socialism and mixed economy. Capitalism is a economy where private property only exists. Socialism is the economy where government ownership of property exists. While mixed economy, both governmental and private property exist. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ക്യാപിറ്റലിസം മാർക്കറ്റ് മെക്കാനിസത്തിലൂടെയാണ് ക്യാപിറ്റലിസത്തിൽ സെൻട്രൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യപ്പെടുന്നത്. ഇൻ സോഷ്യലിസം ദ സെൻട്രൽ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ത്രൂ സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഓർ സെൻട്രൽ പ്ലാനിംഗ് ബോർഡ്. കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം വഴിയാണ് സോഷ്യലിസ്റ്റ് ഇക്കോണമികളിൽ സെൻട്രൽ പ്രോബ്ലംസ് പരിഹാരം കാണുന്നത്. In mixed economy, both market mechanism and central planning board decides about central problems. മിശ്ര സമ്പദ് വ്യവസ്ഥകളിൽ ക്യാപിറ്റലിസത്തിലേതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസവും അതേപോലെ സോഷ്യലിസത്തിലെ സെൻട്രൽ പ്ലാനിംഗ് ബോർഡും കൂടെ ചേർന്നാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.